ഫോണിൽ 2 ദിവസം റേഞ്ച് ഇല്ലായിരുന്നു. വൈഫൈ ഇല്ലാതെ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് ദൂരേക്ക് മാറി കാടിനുള്ളിലെ താമസം. A moment between countless shades of green. ശരിക്കും ആ കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റണം. ദ റിയൽ കണക്ഷൻ. ആ തണുപ്പുള്ള സൺറൈസ് ടൈമിൽ ഈ വലിയ മരങ്ങൾക്കിടയിലൂടെ ചീവീടിൻ്റെ താളത്തിനുള്ള ശബ്ദമൊക്കെ കേട്ട്, പിന്നെ ഈ വേഴാമ്പലിൻ്റെ ശബ്ദവും, ഒരു ചെറിയ ട്രക്കിംഗ്. ഗവി. ഗവിയിലെ ആ മരങ്ങൾ, പായലും ആലും പൊതിഞ്ഞ ആ വലിയ മരങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെ ആയിരുന്നു. ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്ത നൈറ്റ് ആംബിയൻസ് ആണ് ഈ കേൾക്കുന്നത്. നാട്ടിലെ ചൂടിൽ നിന്നൊക്കെ മാറി ഗവിയിലെ തണുപ്പിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റി. മഞ്ഞ് മൂടിയ ഗവിയാർ ഡാമിലൂടെ ബാലേന്ദ്രൻ ചേട്ടൻ്റെ തോണിയിൽ പോയതും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഈ വെള്ളത്തിന് മുകളിലുള്ള മൂടൽമഞ്ഞ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അതിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നത്. മരങ്ങൾക്കിടയിലൂടെ വരുന്ന സൺലൈറ്റ് ആ മഞ്ഞിൽ വീഴുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിരാവിലെ അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ബോട്ടിങ്ങിന് ഇറങ്ങിയെങ്കിലും ഒന്നിനെയും കണ്ടില്ലായിരുന്നു. പക്ഷെ ആ തോണിയിലെ യാത്ര വർത്തായിരുന്നു. ആങ്ങമൂഴിന്ന് പോകുമ്പോൾ മൂഴിയാർ ഡാം, കക്കി ഡാം, ആനത്തോട് ഡാം, കൊച്ചുപമ്പ ഡാം ഇതെല്ലാം കണ്ടാണ് ഗവിയാർ ഡാമിലേക്ക് എത്തുന്നത്. KFDCയുടെ അണ്ടറിൽ വരുന്ന ഗവി എക്കോ ടൂറിസമിലെ പാക്കേജുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ ക്രിയേറ്റീവായൊരു ഫോട്ടോഗ്രാഫർ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ഗൈഡ് ബാലേന്ദ്രൻ ചേട്ടൻ. തോണിയിൽ വെച്ച് ചേട്ടൻ പറഞ്ഞത് ഓർമ്മ വരുന്നു. ഒരു ടൂറിസ്റ്റിൻ്റെ ജീവിതത്തിൽ 1-2 തവണയായിരിക്കും അവരിവിടെ വിസിറ്റ് ചെയ്യുന്നത്. ആ സമയം അവർക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവും ഉണ്ടാവാതെ ഗവി എന്നും ഒരു നല്ല ഓർമ്മയായി സൂക്ഷിക്കേണ്ടത് പുള്ളിയുടെ കടമയാണ്. ശരിക്കും വളരെ റിഫ്രഷിംഗ് ആയൊരു ട്രിപ്പായിരുന്നു ഗവി. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം ഈ ചാനലിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.